പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വികസന പ്രവർത്തനങ്ങളാണ് തന്നെ ബി.ജെ.പിയിലേക്ക് അടുപ്പിച്ചതെന്ന് CPM വർക്കല മുൻ ഏരിയ കമ്മിറ്റി അംഗം സ്മിത സുന്ദരേശൻ. CPMൽ നിന്നും കടുത്ത അവഗണനയുണ്ടായി. കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളിൽ നിന്ന് പാർട്ടി അകന്നുവെന്നും സ്മിത സുന്ദരേശൻ തുറന്നടിച്ചു. പ്രശാന്ത് ശങ്കരമംഗലത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ബി.ജെ.പിയിലേക്ക് അംഗത്വമെടുത്ത സ്മിത സുന്ദരേശൻ വർക്കലയിലെ CPM നേതാവാണ്. ബ്ലോക്ക് പഞ്ചായത്ത് അംഗമാണ് നമ്മളോടൊപ്പം ചേരുന്നത്. നമസ്കാരം. നമസ്കാരം. എങ്ങനെ ബി.ജെ.പിയിലേക്ക് അംഗത്വം എടുത്തിരിക്കുകയാണ്? എന്താണ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്? ഞാൻ പ്രസ് മീറ്റിൽ സൂചിപ്പിച്ച പോലെ CPM എന്ന് പറയുന്ന പാർട്ടിയിൽ ഇന്നിപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആ ഒരു മൂല്യച്യുതി തന്നെയാണ് എന്നെ ഇത്തരത്തിലൊരു തീരുമാനമെടുക്കാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിച്ചത്. തീർച്ചയായിട്ടും എന്നെപ്പോലൊരു വ്യക്തി, അതായത് എൻ്റെ ഒരു കുടുംബ പശ്ചാത്തലം എന്ന് പറയുമ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. അച്ഛൻ ദീർഘകാലം CPMൻ്റെ ഏരിയ സെക്രട്ടറി ആയിരുന്നു, ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു, 2006 വർക്കലയിലെ അസംബ്ലി സ്ഥാനാർത്ഥിയായിരുന്നു. അപ്പോൾ അത്തരത്തിലൊരു പശ്ചാത്തലത്തിൽ ഞാൻ എന്താ പറയുന്ന CPM എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ ജനിച്ച് വളർന്ന് എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ അങ്ങനെ വന്ന ഞാൻ ഇത്തരത്തിലൊരു തീരുമാനമെടുത്തത് തീർച്ചയായിട്ടും ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രത്യേകിച്ചും വർക്കലയിലെ നേതൃത്വത്തിൽ അവിടെ ഉള്ള ആ ഒരു വ്യക്തി താല്പര്യം അല്ലെങ്കിൽ സ്വാർത്ഥ താല്പര്യം കേന്ദ്രീകരിച്ചുള്ള തീരുമാനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെ ആർക്കും ചോദ്യം ചെയ്യാനൊന്നും പറ്റത്തില്ല. അപ്പോൾ തീർച്ചയായിട്ടും ന്യായവും നീതിയും ഒക്കെ നോക്കുന്ന ആൾക്കാർക്ക് അത്തരത്തിലൊരു സാഹചര്യത്തിൽ ആ പാർട്ടിയിൽ തുടർന്നു പോകുന്നതിന് കുറച്ച് വൈഷമ്യം ഉണ്ട്. അപ്പോൾ ഇത് കുറച്ച് നാളുകളായിട്ട് എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ്. അത്തരത്തിലെന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിട്ടുണ്ടോ? അത്തരത്തിലെന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിട്ടുണ്ടോ? ബുദ്ധിമുട്ടുകളൊക്കെ വ്യക്തിപരമായിട്ട് ഒരുപാട് നേരിട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് ആരെയും എന്താ പറയണ്ടേ, ആക്ഷേപിക്കുന്നതിനോ അല്ലെങ്കിൽ കരിവാരി തേക്കുന്നതിനോ ഒന്നിനും എനിക്ക് താല്പര്യമില്ല. ഇപ്പോൾ ഇതെൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് വന്നതാണ്. എന്തൊക്കെയാണ് ഭാവി പരിപാടികൾ? തീർച്ചയായിട്ടും ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് വയ്ക്കുന്ന വികസന പ്രവർത്തനങ്ങളിലൊക്കെ ഭാഗമായിക്കൊണ്ട് അവരുമായിട്ട് ചേർന്നുകൊണ്ട് പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. വർക്കലയെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ വികസനങ്ങളൊക്കെ വേണ്ട ഒരു സ്ഥലമാണ്, ടൂറിസം മേഖലയാണ്. തീർച്ചയായിട്ടും വർക്കല എന്ന് പറയുന്നത് ടൂറിസം മേഖലയിലെ ഒരു ഒഴിച്ചുകൂടാനാവാത്ത ഒരു സ്ഥലമാണ്. തീർച്ചയായിട്ടും ഇനി മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളിൽ അതിനൊക്കെ മുൻതൂക്കം നൽകും. അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ മോദിജിയുടെ ഒരു സമാനതകളില്ലാത്ത വികസനങ്ങൾ നമ്മുടെ മേഖലയിൽ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലും കൊണ്ടുവരിക എന്നത് തന്നെയാണ്, അതിനോടൊപ്പം നിൽക്കുക എന്നത് തന്നെയാണ് എൻ്റെയും ഉദ്ദേശം. പ്രധാനമന്ത്രിയുടെ വികസന പ്രവർത്തനങ്ങളാണോ യഥാർത്ഥത്തിൽ ഈ പാർട്ടിയിലേക്ക് ആകർഷിക്കാനുള്ളൊരു കാരണം കൂടി? തീർച്ചയായിട്ടും അതുതന്നെയാണ്. പ്രധാനമന്ത്രിയുടെ വികസന പ്രവർത്തനങ്ങളാണ് ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് അംഗത്വമെടുക്കുവാനുള്ള ഒരു ചേതോവികാരം എന്നാണ് സ്മിത പറയുന്നത്. അതോടൊപ്പം തന്നെ തുടർന്നും പാർട്ടിയോടൊപ്പം ഉണ്ടാകും എന്ന് പ്രവർത്തിക്കും എന്നും പറയുന്നു. ഇനിയുള്ള കാലം അങ്ങോട്ട് ഈ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കേരളം തന്നെ വലിയ രീതിയിൽ മാറുന്നു. വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് വലിയ രീതിയിൽ പോകുന്നൊരു സാഹചര്യമുണ്ട്. ബി.ജെ.പിയുടെ പ്രവർത്തനങ്ങളടക്കം നമുക്ക് നഗരസഭയുടെ വിജയത്തിലൂടെയൊക്കെ അത് തെളിയിച്ചതാണ്. ഇതെല്ലാം തന്നെയാണ് സ്മിതയ്ക്ക് ബി.ജെ.പിയിലേക്ക് എത്താനുള്ളൊരു ബി.ജെ.പിയിലേക്ക് ആകൃഷ്ടയായത് എന്നാണ് സ്മിത പറയുന്നത്.